ഹലോ അസ്സലാമു അലൈക്കും. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംഭവം കിട്ടിയിട്ട ഞാൻ ഉച്ചക്ക് വന്നപ്പോൾ ഇവിടെ തക്കാളി താളിച്ചിരുന്നാണ് കണ്ടതാണ്. സനമോള് തക്കാളി താളിച്ചിരുന്ന ഉരുളങ്കിഴങ്ങതാ. ഇതെന്തിനാ സനമോള് പൊരിക്കാനോ? പൊരിക്കാനൊക്കെ ഇതാ തൊലൊക്കെ ഇതാക്കി കട്ട് ചെയ്യണം. അതിനെ കുട്ടി പൊരിച്ചിട്ടുണ്ട്. പോയതൊക്കെ ഇട്ട് വേണ്ട, മസാല ഒക്കെ ഇട്ട് വേണ്ട. എങ്ങനെ മസാല കണ്ട് ചെറിയ മസാല ഒക്കെ ഇട്ട് വേണ്ട പൊരിക്കും. ഞാനത് പറഞ്ഞു തരുമോ? പറഞ്ഞു തരാം. ആവശ്യത്തിന് മുളകും പൊടി ഇടുക, ആവശ്യത്തിന് ചിക്കൻ മസാല ഇടുക, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടുക, ഉപ്പിടുക, ആവശ്യത്തിന് ഇതൊക്കെ ഇട്ടിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കുക. നല്ല രീതിയിൽ തനിക്കാട്ട് പഠിച്ചിട്ടന്നെ ഞാൻ സ്വന്തം പഠിച്ചത്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഉരുളങ്കിഴങ്ങ് ഇടാം. മൊത്തമായി കഴിഞ്ഞാടുണ്ട് കുറച്ച് കുറച്ചിട്ടാലും സാരയ്യ. അല്ല തക്കാളിക്ക് ചെന്തൊക്കെ കേട്ടോ? അത് ഞാൻ സാധാരണ മുറിക്കുണ്ടായിരിക്കും. പച്ചമുളകും തക്കാളി, കുറച്ച് മുളകും പൊടി, കുറച്ച് ഉപ്പും ഇട്ടുകൊണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. നമുക്കത് പൊരിച്ചിട്ട് കാണാല്ലേ. നമുക്ക് ഫ്രൈ പാൻ ചൂടായിക്കണം. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അത് ആവശ്യത്തിനുള്ള ഇത് വെച്ചിട്ടുണ്ട്. നമുക്ക് എണ്ണ ചൂടാണ്ടാറ് ഇന്ന് നിൽക്കാം. പിന്നെ എണ്ണ ചൂടായിക്കണു. അപ്പോൾ നമുക്കിന്ന് വിടാം. ഉരുളങ്കിഴങ്ങായിട്ടാണ് അത് എന്നെ ഉണ്ടാക്കില്ല ഫുഡ് അങ്ങനെ നമുക്ക് സഹായം ചെയ്തെടുത്താണ്. ഉരുളങ്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് കൂടുതൽ ഉരുളങ്കിഴങ്ങാണ് ഇഷ്ടമൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത് പൊരിച്ച് കിട്ടുമ്പോൾ കാണല്ലേ. ഇത് ഒരാളെ നമുക്ക് ടേസ്റ്റ് ആക്കാൻ വിളിച്ചാണ്ട് ഇത് ടേസ്റ്റ് ഉണ്ടാകുന്ന അറിയണമല്ലോ. നല്ലല്ലോ അതിൽ ട്രൈ ചെയ്യാൻ പറ്റുമല്ലോ. അത് ശരിയാണ്. പക്ഷെ ഓള് കുക്കിങ് ചെയ്താൽ ഗുണമുണ്ട്. അടുക്കള നല്ല നീറ്റാക്കി ചെയ്തിട്ട് ഫുഡ് പോയാണ്. സോറി ഫുഡ് കേളാണല്ലോ. സനിമോടെ പൊരിച്ച ഉരുളങ്കിഴങ്ങ് സത്യസന്ധമായി പറഞ്ഞാൽ മതിട്ടാ. അല്ല ജ്യൂസ് കുട്ടിക്കൊക്കെ ജ്യൂസ് ആ ജ്യൂസ് എന്താണ്? അപ്പൊ സനുവിന്റെ കുക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാരും ലൈക്ക് ചെയ്യുക. പിന്നെ മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണേ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടൽ വിലക്ക് അടിച്ചു പൊട്ടിക്കുക. സബ്സ്ക്രൈബ് ചെയ്യണ്ട. സബ്സ്ക്രൈബ് ചെയ്തോളി. പെട്ടെന്ന് തന്നെ കേൾക്കുമ്പോൾ